നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ RTA അഥവാ വിവരാവകാശ നിയമത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇപ്പൊ നിലവിലുള്ളത് 2019 ഈ ആക്ട്. ഇപ്പൊ നിലവിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഈ ആക്ട് ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തെ ആക്ട് 1986 ഈ ആക്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ആക്ടിൽ ഒരുപാട് പോരായ്മകൾ പുതിയ കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം 2019 ആകുമ്പോഴേക്കും ഈ കൊമേഴ്സ് ഇവിടെ വ്യാപകമാകുന്നുണ്ട് അല്ലെ. എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ ഓൺലൈനിൽ നിന്ന് ഒരുപാട് പർച്ചേസിങ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഫ്ലിപ്കാർട്ട് പോലെയുള്ള, ആമസോൺ പോലെയുള്ള ഒരുപാട് ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ആ രീതിയിലുള്ള ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ വ്യാപാരം വ്യാപകമായ ഒരു കാലഘട്ടമാണ് 2019. ഈ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1986 ഡിസംബർ 24 പാസ്സാക്കിയിട്ടുള്ള ആ ഒരു നിയമം അപര്യാപ്തമായിരുന്നു. കാരണം ഈ ഓൺലൈൻ വഴി വാങ്ങുന്ന സാധനങ്ങളുടെ വ്യവസ്ഥകളെ കുറിച്ചൊന്നും ഈ ഒരു 86 ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനെ കുറിച്ചൊരു ധാരണയൊന്നും ഇല്ല അല്ലെ. അന്ന് ഒരു കടയിൽ നമ്മൾ സാധനം വാങ്ങുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കൺസ്യൂമർ എന്നുള്ള നിലക്കാണ് അന്നത്തെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി പ്രധാനമായിട്ടും 2019 ഇത് അപ്ഡേറ്റ് ചെയ്യാൻ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊമേഴ്സ് കൂടി അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അതായത് 86 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്നും 2019 പുതിയൊരു ഉപഭോക്തൃ സംരക്ഷണ നിയമം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കൊമേഴ്സിന്റെ ഒരു അതിപ്രസരമാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വഴി എന്ത് ചെയ്തു? ഈ 1986 നിയമം മാറ്റി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഈ 2019 നിയമം ഓഗസ്റ്റ് 9 പാസ്സാക്കുന്നത്. ജൂലൈ 20 2020 ജൂലൈ 20 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കണം, 2020 ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഏതായിരിക്കും? 2019 ഓഗസ്റ്റ് 9 അല്ലെങ്കിൽ 2019 ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും ഓപ്ഷൻ എയിൽ ഉണ്ടാവുക. മാറിപ്പോകരുത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷമാണ് 2019. എന്നാൽ 2020 ജൂലൈ 20 അത് പ്രാബല്യത്തിൽ വന്നത്. ഡേറ്റും ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ, 2020 2020 ജൂലൈ 20 ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായിരുന്നു 1986 നിയമം എന്ന് നോക്കാം നമുക്ക്. ഈ 1986 നിയമത്തെ കുറിച്ച് പറയുമ്പോൾ ഉപഭോക്താവ് എന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഉപഭോക്താവ് എന്നൊരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ആരാണ് ഉപഭോക്താവ് എന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം എത്ര ഓർത്ത് വെക്കുക, ഉപഭോക്താവ് എന്നൊരു ആശയം അവതരിപ്പിക്കുന്നത് 86 നിയമത്തിലാണ്. സുരക്ഷയ്ക്കുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഉൾപ്പെടെ പ്രത്യേക അവകാശങ്ങൾ ഈ ഒരു 86 നിയമം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഈ അവകാശങ്ങളൊക്കെ തന്നെ 2019 നിയമത്തിൽ നൽകുന്നുണ്ട്. 2086 നിയമത്തിൽ തന്നെ ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നിങ്ങനെ 3 തലത്തിലുള്ള സംവിധാനം സ്ഥാപിച്ചു. 86 നിയമപ്രകാരം 3 തലത്തിലുള്ള സംവിധാനങ്ങളാണ് സ്ഥാപിച്ചത്. ഒന്ന്, ജില്ലാ തലത്തിൽ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം, സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതേപോലെ ദേശീയ തലത്തിൽ ഒരു ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇങ്ങനെ 3 തലത്തിലുള്ള ഒരു ജില്ലാ ലെവൽ, ഒരു സ്റ്റേറ്റ് ലെവൽ, ഒരു സെൻട്രൽ ലെവൽ, അങ്ങനെ നാഷണൽ ലെവൽ, അങ്ങനെ 3 തരത്തിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾ ഈ ഒരു 86 നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ 2019 വരികയാണ്. അപ്പൊ ഈ ഒരു നിയമം നമ്മൾ പറഞ്ഞു, ഇ കൊമേഴ്സിന്റെ ഒക്കെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഇ കൊമേഴ്സിന്റെ അതിപ്രസരം എന്ത് ചെയ്തു, 86 ഒരു നിയമം പോരാതെ വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 2019 പുതിയ ഒരു ഉപഭോക്തൃ അവകാശ നിയമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചതും അങ്ങനെ ഒന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും. ഇവിടെ പറയുന്നുണ്ട് ഉപഭോക്തൃ അവകാശങ്ങൾക്കുള്ള നിയമപരമായ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഒരു സാധാരണഗതിയിലുള്ള ഒരു ട്രേഡിനെ കുറിച്ചായിരുന്നു അവിടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ നടക്കുന്നത് ഓൺലൈൻ ട്രേഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്തൃ അവകാശങ്ങൾക്കുള്ള നിയമപരമായ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്താൻ 2019 നിയമം കാരണമായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ ഇടപാടുകൾക്ക് പിന്നെ ഇ കൊമേഴ്സിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഇതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. അതായത് ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ ഇടപാടുകൾക്കും ഇ കൊമേഴ്സിനുമുള്ള വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു 2019 നിയമങ്ങൾ. പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ആധുനികവൽക്കരിച്ചു. ഈ ഒരു ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തിയതോടൊപ്പം സംരക്ഷണ നിയമങ്ങൾ മോഡേണൈസ് ചെയ്യാനും ഈ ഒരു 2019 ആക്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മധ്യസ്ഥത, ഓൺലൈൻ ഉപഭോക്തൃ പരിഹാരം, അന്യായമായ ബിസിനസ് രീതികൾക്ക് കർശനമായ ശിക്ഷകൾ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തി. ഇത് 2019 പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള 3 സംഗതികളാണ്. എന്തൊക്കെയാണ്? മധ്യസ്ഥതയുണ്ട്, ഓൺലൈൻ ഉപഭോക്തൃ തർക്ക പരിഹാരം ഉണ്ട്, അന്യായമായ ബിസിനസ് രീതികളുണ്ട്. അതായത് മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേസിലേക്ക് പോവാതെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാം, ഉപഭോക്താവും നിർമ്മാതാവും തമ്മിൽ ഒരു രമ്യമായിട്ട് ഈ കേസ് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശ്രമം ഒന്നാം ഘട്ടത്തിൽ നടത്തും. ഇൻ കേസ് ആ രീതിയിൽ ഈ ശ്രമം വിജയിക്കുന്നില്ല എങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പരാതിയിലേക്കും കോടതി നടപടികളിലേക്കൊക്കെ പോവേണ്ടതുള്ളൂ. ആ രീതിയിലുള്ള ഒരു മധ്യസ്ഥത സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2019 നിയമത്തിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഡിജിറ്റൽ യുഗത്തിലാണ് ഈ ഒരു നിയമം വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉപഭോക്തൃ പരിഹാരവും ഓൺലൈനിലൂടെയുള്ള ബിസിനസ്സിന് ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം ഈ ഉപഭോക്തൃ പരിഹാരങ്ങൾ ഓൺലൈനിലൂടെ വീഡിയോ കോൺഫറൻസ് ഒക്കെ വഴി ഇത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ 2019 നിയമപ്രകാരം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അന്യായമായ ബിസിനസ് രീതികൾക്ക് കർശനമായ ശിക്ഷകൾ, നേരത്തെ ഇതിനെ അപേക്ഷിച്ചിട്ട് കർശനമായ ശിക്ഷകൾ കൂടി ഈ ഒരു നിയമപ്രകാരം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഓരോ പോയിന്റ് പഠിച്ചൊക്കെ ഓർത്തു വെക്കാൻ പ്രയാസമൊന്നുമില്ല. കാരണം നമുക്കറിയാം പുതിയ കാലഘട്ടത്തിന് വേണ്ട സംഗതികളൊക്കെയാണ് ഉൾപ്പെടുത്തിയത്. നമുക്കറിയാം എന്തൊരു വിഷയം ഉണ്ടാണെങ്കിലും നമ്മൾ ഒന്നാമത്തെ ഘട്ടം ശ്രമിക്കുക ഒരു മധ്യസ്ഥത ശ്രമമാണ് അല്ലെ. അത് നടക്കില്ലെങ്കിൽ നമ്മൾ കേസിലൊക്കെ പോകും. കാരണം കേസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പണിയാണ്. ഇപ്പൊ ഞാൻ ഒരു നിർമ്മാതാവിനെതിരെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കേസിന് വേണ്ടി ഞാനും പലതവണ കോടതിയിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ രമ്യമായിട്ടൊരു മധ്യസ്ഥ ശ്രമത്തിലൂടെ അത് പരിഹരിക്കുകയാണെങ്കിൽ കോടതിക്കും സുഖമാണ്, ഉപഭോക്താവായ എനിക്കും സുഖമാണ്, അതോടൊപ്പം ഈ ഉൽപാദനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ നിർമ്മാതാവിനും എന്താണ്, അതൊരു സൗകര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഒരു മധ്യസ്ഥത ശ്രമം ഒന്നാമതായിട്ട് ഉൾപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കറിയാം ഓൺലൈൻ യുഗത്തിലാണ് നിയമം വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പരിഹാര സംവിധാനം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കർശനമായ ശിക്ഷകൾ കൂടി ഉൾപ്പെടുത്തി. കാരണം ഈ ഓൺലൈൻ കാലത്ത് കുറച്ചുകൂടി പിന്നെ എന്താ പറയാ വലിയ രീതിയിലുള്ള പറ്റിക്കലുകളൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷകൾ കുറച്ചുകൂടി കർശനമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്കറിയാം നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കുറച്ചുകൂടി കുറവാണ്. കാരണം എന്താണ്, നമ്മൾ ഡെയിലി കാണുന്ന ആളുകളായിരിക്കും പരസ്പരം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും അതിലൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയലന്റ് ആവുകയോ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യും. ആ ഒരു പേടിയോട് കൂടി തന്നെയായിരിക്കും അവർ ബിസിനസ് ചെയ്യുക. എന്നാൽ ഈ ഒരു ഓൺലൈൻ യുഗത്തിൽ ആ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ പിന്നെ കാണുന്നില്ല, നിങ്ങൾ എന്നെയും പിന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കും ഈ ഒരു കർശനമായ ശിക്ഷ രീതികളൊക്കെ ഇതിവിടെ ഏർപ്പെടുത്തുന്നത്. ആ രീതിയിലൊക്കെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഈ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നും ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഇ കൊമേഴ്സ്, നേരിട്ടുള്ള വിൽപ്പന എന്നിവയുടെ ഉൾപ്പെടുത്തലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇ കൊമേഴ്സ്, നേരിട്ടുള്ള വിൽപ്പന എന്നിങ്ങനെ രണ്ടായിട്ട്
ഈ ഒരു വിൽപ്പനയെ തരംതിരിക്കുകയാണ്. നേരത്തെ നേരിട്ടുള്ള വിൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 86 നിയമത്തിൽ 2019 നിയമം വന്നപ്പോൾ ഇ കൊമേഴ്സും നേരിട്ടുള്ള വിൽപ്പന എന്നിങ്ങനെ രണ്ടായിട്ട് ഉൾപ്പെടുത്തി. പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിച്ചു. 86 നിയമത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തരത്തിലുള്ള തർക്ക പരിഹാര സംവിധാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ജില്ലാ തലത്തിൽ, ഒന്ന് സംസ്ഥാന തലത്തിൽ, ഒന്ന് ദേശീയ തലത്തിൽ. അതിന് പുറമെ ഈ ഒരു 2019 നിയമത്തിൽ എന്ത് ചെയ്തു? ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിച്ചു. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കുന്നത് 2019 നിയമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിച്ച നിയമം ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. 1986 ഓപ്ഷനിൽ ഉണ്ടാകും, തെറ്റിക്കരുത്. പിന്നെ മൂന്നാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് കർശനമായ മാനദണ്ഡങ്ങൾ. അതായത് ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പരസ്യങ്ങളൊക്കെ കുറെ കൂടി. അപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കർശനമായ അവർക്കതിന് നടപടി ഉണ്ടാകും. ആ ഒരു വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. പിന്നെ ഉൽപ്പന്ന ബാധ്യതക്ക് കർശനമായ മാനദണ്ഡങ്ങൾ. ഉൽപ്പന്ന ബാധ്യത എന്താണ്? നമുക്കറിയാം, ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിപ്പോ വാങ്ങുകയാണ്, ഞാൻ എന്റെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നത്. ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്ന എനിക്കും ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വിറ്റിട്ടുള്ള ഇടനിലക്കാരനുണ്ടെങ്കിൽ അവർക്കും എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് മൂലം ഉണ്ടാകുന്ന ഉപഭോക്താവിന് ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഞാനും അതിന് ഉത്തരവാദിയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അത് വിറ്റത് ഒരു പക്ഷെ ഞാനാവില്ല, എൻ്റെ അടുത്ത് നിന്ന് ഒരു ചില്ലറ കച്ചവടക്കാരൻ വാങ്ങി അവരിൽ നിന്നായിരിക്കും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ഞാനും അതേപോലെ വിറ്റിട്ടുള്ള ചില്ലറ കച്ചവടക്കാരനും ഇതിൽ എന്താണ്, ഉൽപ്പന്ന ബാധ്യതയുണ്ട്. ഈ ഉൽപ്പന്നത്തിന് മേലെ വരുന്ന എന്തൊരു പ്രയാസങ്ങൾക്കും അവർ കൂടി ഉത്തരവാദിയാണ്. പിന്നെ സാമ്പത്തിക അധികാര പരിധിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയ സാമ്പത്തിക അധികാര പരിധികളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പറയാം. ഏതായാലും ആ അധികാര പരിധിയിൽ ചില മാറ്റങ്ങൾ വരുത്തി. പിന്നെ തർക്ക പരിഹാരത്തിന് കൂടുതൽ എളുപ്പം കൊണ്ടുവന്നു. നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞു ഓൺലൈൻ തർക്ക പരിഹാര സംവിധാനം കൊണ്ടുവന്നു. വീഡിയോ കോൺഫറൻസ് ഒക്കെ വഴി ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കേസിന് വേണ്ടി കോടതി കയറി നടക്കാതെ തന്നെ എനിക്ക് ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ പരാതി പറയാനും അത് അനുസരിച്ച് തർക്കം തീർക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പിന്നെ അന്യായമായ വ്യാപാര രീതി എന്ന ഖണ്ഡികയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. അന്യായമായ വ്യാപാര രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 86 ഈ ഒരു ഇ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൂടി അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ അന്യായമായ കരാറുകളെ കുറിച്ചും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മധ്യസ്ഥതയിലൂടെയുള്ള തർക്ക പരിഹാരം നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് 2019 നിയമത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യവസ്ഥകൾ എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. പുതിയ നിയമപ്രകാരം ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചു. എന്തിനാണ് അതോറിറ്റി, എന്നാണ് അതിന്റെ ധർമ്മം നമുക്ക് നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശങ്ങളുടെ ലംഘനം, അന്യായമായ വ്യാപാര രീതികൾ, പൊതുജനങ്ങളുടെയും ഉപഭോക്താവിന്റെയും താല്പര്യങ്ങൾക്ക് ഹാനികരമായ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഒരു വർഗം എന്ന നിലയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു അതോറിറ്റിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അവനെ കുറിച്ച് അതൊരു ബോധവാനാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്ന് ഒരു ഉപഭോക്താവിനെ ബോധവാനാക്കുകയും അതോടൊപ്പം അത് സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയാണ് ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. കൂടുതലായിട്ടൊന്നും നിങ്ങളത് ആലോചിച്ച് തല ഉണ്ടാക്കൊന്നും വേണ്ട. അത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഏത് സമയത്താണ് ഇവർക്ക് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരിക? ഏതെങ്കിലും രീതിയിൽ അവരെ കബളിപ്പിക്കപ്പെടുമ്പോഴാണ് അല്ലെ. അവർക്ക് എന്താ പറയുക, അവർക്ക് അന്യായമായിട്ട് അവരിൽ നിന്ന് ക്യാഷ് വാങ്ങുക, അല്ലെങ്കിൽ അവർക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ പരസ്യങ്ങളിൽ തെറ്റായ വല്ല വിവരങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ആ പരസ്യം കണ്ട് സാധനം വാങ്ങും. പക്ഷെ ആ സാധനം കൊണ്ട് ആ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഒരു ഉപഭോക്താവിന് എന്ത് ചെയ്യേണ്ടി വരിക, നടപടിക്ക് പോവേണ്ടി വരിക. അപ്പൊ അത്തരം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. CCPA എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലേ. ഇനി
നമ്മൾ കുറെ നേരമായി പറയുന്നുണ്ട് ഇ കൊമേഴ്സ് എന്നല്ലേ. എന്താണ് ഇ കൊമേഴ്സ്, എന്തൊക്കെയാണ് അതിന്റെ പരിധിയിൽ വരിക എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആക്ട് പ്രകാരം ഇ കൊമേഴ്സ് എന്നാൽ ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് വഴി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുക. ഇങ്ങനെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് വഴി, അത് ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴിയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആകാം, ടെലഗ്രാമിലൂടെ ആകാം, ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് ഒരാൾ നിങ്ങൾക്ക് വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം അതൊരു ഇ കൊമേഴ്സ് എന്ന് പറയാം. ആ അർത്ഥത്തിൽ ടാറ്റ PSC ഒരു ഇ കൊമേഴ്സ് സ്ഥാപനം എന്ന് പറയാം അല്ലെ. കാരണം ഓൺലൈനിലൂടെയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയിച്ചിട്ടുള്ളത്, നിങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ടാറ്റ PSC ഒരു ഇ കൊമേഴ്സ് സ്ഥാപനമാണ് എന്ന് പറയാം. അതായത് ഓൺലൈൻ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയാം. ഇനി ഇ കൊമേഴ്സ് സ്ഥാപനം എന്നാൽ വാണിജ്യത്തിനായുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സൗകര്യമോ പ്ലാറ്റ്ഫോമോ സ്വന്തമാക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് പറയാം, ഇ കൊമേഴ്സ് സ്ഥാപനം എന്ന് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഇവിടെ ഇ കൊമേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം, അതായത് വാങ്ങുന്നവനല്ല വിൽക്കുന്നവൻ, ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനത്തെ ഇ കൊമേഴ്സ് സ്ഥാപനം എന്ന് പറയും. പിന്നെ അവിടെ വേറെ പോയിന്റ് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒരു മാർക്കറ്റ് പ്ലേഡ് ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ വിൽപ്പനക്കായി തന്റെ സാധനങ്ങളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന ഒരു വിൽപ്പനക്കാരൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്താ പറഞ്ഞത്? ഒരു മാർക്കറ്റ് പ്ലേഡ് ഇ കൊമേഴ്സ് സ്ഥാപനത്തിൽ വിൽപ്പനക്കായി തന്റെ സാധനങ്ങളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന ഒരു വിൽപ്പനക്കാരൻ. അതായത് ഇപ്പൊ എക്സാമ്പിൾ, എനിക്കൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് എനിക്കുണ്ട്. ഞാൻ വിൽക്കുന്നത് ഞാൻ നിർമ്മിച്ചിട്ടുള്ള സാധനമല്ല, ഏതെങ്കിലും ഒരു കമ്പനി നിർമ്മിച്ച പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഓൺലൈനിലൂടെ വിൽക്കുകയാണ്. ഈ കമ്പനി ഇതുമായിട്ട് ഒരു ബാധ്യതയില്ല. എനിക്ക് പ്രൊഡക്റ്റ് തരുന്ന കമ്പനിക്ക് ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഒരു ബാധ്യതയില്ല. ഈ സാധനം വിൽക്കുന്നത്, ഓൺലൈൻ വഴി സാധനം വിൽക്കുന്നത് ഞാനാണ്. ഈ ഒരു സ്ഥാപനം എന്താ ചെയ്യുന്നത്? എനിക്ക് പ്രൊഡക്റ്റ് തരുന്നു എന്നേ ഉള്ളൂ. അത്തരം സ്ഥാപനങ്ങൾ എന്തില്ല, ഈ ഒരു ഇതിൽ പരിധിയിൽ വരുന്നില്ല. പറഞ്ഞത് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു. അതായത് ഇ കൊമേഴ്സ് സ്ഥാപനമാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് വിൽപ്പന നടത്താനുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്നത്, നിർമ്മിച്ച് നൽകുന്നത് മറ്റൊരു കമ്പനി ആയിരിക്കും. ആ കമ്പനി ഈ ഇ കൊമേഴ്സിന്റെ പരിധിയിൽ വരില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലെ. ഇനി ആരാണ് ഉപഭോക്താവ്? ആ കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ആരാണ് ഇവിടെ ഉപഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണമടച്ചതോ വാഗ്ദാനം ചെയ്തതോ, ഭാഗികമായി പണമടച്ചതോ ഭാഗികമായി വാഗ്ദാനം ചെയ്തതോ, അല്ലെങ്കിൽ മാറ്റിവെച്ച പണമടക്കൽ സംവിധാനത്തിന് കീഴിലോ ഒരു പ്രതിഫലത്തിനായി ഏതെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ഏതൊരാളും ഒരു ഉപഭോക്താവാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കരാറ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണം കൊടുത്തിട്ടില്ല, പക്ഷെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തു. വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വണ്ടി ഡെലിവർ ആകുന്ന ഡേറ്റിന് എത്ര രൂപ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുക്കാമെന്നും ഏറ്റിട്ട് ഒരു സംഗതി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഞാനിപ്പോ ഒരു അഡ്വാൻസ് കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ തരത്തിൽ ഒരു പ്രൊഡക്റ്റ് പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ പണം വാഗ്ദാനം ചെയ്തിട്ടുള്ളതോ ആയ ഏതൊരാളും ആരാണ്? ഉപഭോക്താവാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പണം കൊടുത്ത് വാങ്ങിയ ആളാണ് ഉപഭോക്താവ്, അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന് ഓഫർ ചെയ്ത ആളാണ് ഉപഭോക്താവ് എന്നുള്ളത് അടിവരയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. അത് എന്താണെന്നുള്ള ഞാൻ പിന്നീട് പറയാം. ഇനി 2019 നിയമപ്രകാരം ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ സേവനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നീ പ്രയോഗങ്ങളിൽ ഇലക്ട്രോണിക്സ് മാർഗങ്ങളിലൂടെയോ ടെലി ഷോപ്പിംഗ് അല്ലെങ്കിൽ നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴിയോ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ എന്നിവ ഉൾപ്പെടുത്തി. അതായത് ഈ കാര്യങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പലയിടത്തും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ഉപഭോക്താവ് ആരാ എന്നുള്ളിടത്ത്
ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നവർ അല്ലെങ്കിൽ ടെലി ഷോപ്പിങ്ങിലൂടെ വാങ്ങുന്ന ആളുകളൊക്കെ ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2019 നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അല്ലെ. അപ്പൊ ഇനി ഉപഭോക്താവ് ആരല്ല എന്നവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് സൗജന്യമായി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നയാൾ. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ്, എനിക്കൊരു പ്രൊഡക്റ്റ് ഒരാൾ വെറുതെ തന്നു, ഞാൻ എന്തല്ല? ഉപഭോക്താവല്ല. കാരണം ഞാൻ എന്തല്ല? ഞാൻ അതിന് പണം ഒന്നും കൊടുത്തിട്ടില്ല, എനിക്ക് പ്രൊഡക്റ്റ് വെറുതെ കിട്ടിയതാണ്. അപ്പൊ ഉപഭോക്താവ് എന്ന പരിധിയിൽ അവിടെ ഞാൻ വരില്ല, കാരണം ഈ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പണം കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ പണം ഓഫർ ചെയ്തുകൊണ്ട് പിന്നെ വാങ്ങാൻ വേണ്ടി കരാറിൽ വെച്ച ഒരാൾ ആരാണ്? ഉപഭോക്താവാണ്. സൗജന്യമായിട്ട് സാധനങ്ങൾ ലഭിക്കുന്ന ആൾ ഉപഭോക്താവല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരാൾ പുനർവിൽപ്പനക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ സാധനങ്ങൾ വാങ്ങി, പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിയത്. ഞാനിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയത് എന്തിനല്ല, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിയത്. ഞാനൊരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിയത്, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ആരല്ല? ഉപഭോക്താവല്ല. പറയുന്നത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താണ്? ഒരു ഇടനിലക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു ചില്ലറ വ്യാപാരിയാണ്. ഞാനൊരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഞാൻ വാങ്ങുന്നത് എനിക്ക് അത് ഭക്ഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കാനൊന്നുമല്ല, ഞാൻ അത് വിൽക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആരല്ല? ഉപഭോക്താവല്ല. അപ്പൊ അത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഒരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആള് എന്തല്ല? ഉപഭോക്താവ് എന്ന പരിധിയിൽ വരില്ല. പിന്നെ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നയാളും ഉപഭോക്താവല്ല. എന്താണ് പറഞ്ഞത്? അതായത് ഞാനിപ്പോ ഒരു എംപ്ലോയർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ടാൻഡം PSC എന്ന് പറയുന്ന സ്ഥാപനം തന്നെ പിന്നെ ഞാൻ കുറച്ച് ആളുകളെ ജോലിക്ക് എടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ജോലിക്കോ കുറച്ച് ആളുകൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരുമായിട്ട് ഞാനൊരു കരാർ വെച്ചിട്ടുണ്ട്, ഇത്രയും ടൈമിൽ വർക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സേവനം അത്രയും സമയം എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. ആ കരാർ പ്രകാരം എനിക്ക് അയാളുടെ സേവനം ലഭിക്കുന്നുണ്ട്. ഞാൻ എന്തല്ല? ഈ ടാൻഡം PSC എന്തല്ല? ഒരു ഉപഭോക്താവല്ല. അതായത് ഇവിടെ സേവന കരാർ പ്രകാരം അയാളിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുകയാണ്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ പുനർവിൽപ്പനക്ക് സാധനം വാങ്ങുന്ന പോലെ തന്നെയാണ് അല്ലെ. ഈ ഒരു സേവനം ഞാൻ വാങ്ങുന്നത് എനിക്ക് സേവനം വാങ്ങുകയല്ല, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനിത് നിങ്ങൾക്കൊരു ക്ലാസ് തരാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, ഒരു വാണിജ്യ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കും ഞാൻ ഇയാളുമായിട്ട് സേവനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരു പുനർവിൽപ്പനക്ക് വാങ്ങിയ വസ്തു ഈ ഒരു ഉപഭോക്താവിന്റെ പരിധിയിൽ വരാത്തത് പോലെ തന്നെ, അല്ലെങ്കിൽ പുനർവിൽപ്പനക്ക് വാങ്ങിയ ആള് ഉപഭോക്താവ് എന്ന പരിധിയിൽ വരാത്തത് പോലെ തന്നെ, ഈ രീതിയിൽ ഒരു സേവന വ്യവസ്ഥകൾ പ്രകാരം, സേവന കരാർ പ്രകാരം ഒരു ജോലി പിന്നെ ലഭിക്കുന്ന ഒരു എംപ്ലോയറും എന്തല്ല? ഉപഭോക്താവ് എന്ന പരിധിയിൽ വരുന്നില്ല. നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം വാണിജ്യപരമായ ഉദ്ദേശ്യത്തിൽ ഒരാൾ സ്വയം തൊഴിൽ വഴി ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി മാത്രം വാങ്ങിയത് ഉപയോഗിക്കുന്നതുമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്നില്ല. ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം വാണിജ്യപരമായ ഉദ്ദേശ്യത്തിൽ ഒരാൾ സ്വയം തൊഴിൽ വഴി ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി വാങ്ങിയ ഉപയോഗിക്കുന്നതുമായ സാധനങ്ങളും ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്നില്ല. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഉപഭോക്താവ് ആരാന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇനി ഉപഭോക്താവിന് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്ന് അവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റിൽ 86 നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏകദേശം ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, സുരക്ഷയ്ക്കുള്ള അവകാശം. സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട് ഒരു ഉപഭോക്താവിന്. സുരക്ഷയുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കാരണം എന്ത് ചെയ്യാൻ പാടില്ല? ഇയാൾക്കൊരു അപകടം ഉണ്ടാവാൻ പാടില്ല. ഇത് പൊട്ടിത്തെറിച്ച് പോവുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് അപകടം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് സുരക്ഷിതമായിരിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ഭക്ഷണ സാധനമാണ് കൊടുത്തത്, ഭക്ഷണ സാധനം കഴിച്ചത് മൂലം അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്നെ അപകടങ്ങൾ സംഭവിച്ചു, പിന്നെ വിഷബാധ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അതൊന്നും പാടില്ല. അത് സുരക്ഷയ്ക്കുള്ള അവകാശത്തിനെതിരാണ് അല്ലെ. അപ്പോൾ സുരക്ഷയ്ക്കുള്ള അവകാശം ഒരു ഉപഭോക്താവിന് നിർബന്ധമായിട്ട് ലഭിച്ചിരിക്കണം. അതോടൊപ്പം വിവരങ്ങൾ അറിയാനുള്ള അവകാശം. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റ് തരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു തരൽ ബാധ്യസ്ഥനാണ്. പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഭക്ഷണ വസ്തുവാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ, ഒരു പാക്ക്ഡ് പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ഞാൻ.
എനിക്ക് ചോദിക്കാം ഉപഭോക്താവിനോട്, നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. പല പാക്കറ്റുകളിലും നമുക്ക് കാണാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഒരു മാനുഫാക്ചർ നിർബന്ധമായിട്ടും എനിക്ക് തരേണ്ടതാണ്. കാരണം ഞാൻ ഉപയോഗിക്കാത്ത ഒരു പക്ഷേ ഞാൻ ഉപയോഗിക്കാത്ത എന്തെങ്കിലും കണ്ടന്റ് ഇതിൽ ഉണ്ടാവാം. ഇപ്പൊ നോൺ വെജ് കഴിക്കാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും മൃഗങ്ങളുടെ ഫാറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ അത് ആ ഉപഭോക്താവിനോട് പറഞ്ഞു കൊടുക്കൽ നിർമ്മിച്ച ആളുടെ ബാധ്യതയാണ്. കാരണം നോൺ വെജ് കഴിക്കാത്ത ഒരാൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഞാൻ കഴിക്കാത്ത, എനിക്ക് കഴിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ചില സാധനങ്ങൾ കഴിച്ചാൽ. അപ്പോൾ ആ പ്രൊഡക്റ്റ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ, അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചറിയാനുള്ള അവകാശം എനിക്കുണ്ട്. ആ തരത്തിലുള്ള അവകാശം ഈ പറയുന്ന ഉപഭോക്താവിനുണ്ട്. പിന്നെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് അങ്ങനെ തരില്ല. ഒരു 10 പ്രൊഡക്റ്റ് ഒരു കടയിൽ ഉണ്ടെങ്കിൽ ആ 10 പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് അത് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് എനിക്ക് പോയിട്ട് സെലക്ട് ചെയ്യാനുള്ള അവകാശം വേണം. കേടുവന്നതൊക്കെ എനിക്ക് വിറ്റ് കാശാക്കുന്ന ഒരു രീതി പറ്റില്ല. അവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നത് തന്നെ, ഇപ്പോൾ 1 കിലോ തക്കാളിയാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ ആ 1 കിലോ തക്കാളിയിൽ തന്നെ കേടുവന്നതുണ്ടാവും, അധികം പഴുത്തതുണ്ടാവും, പഴുക്കാത്തതുണ്ടാവും, പല ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും എനിക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. അതേപോലെ കേൾക്കാനുള്ള അവകാശം, അതായത് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പരാതി പറയുകയാണെങ്കിൽ അത് കേൾക്കണം, അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനിപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു പരാതി മാനുഫാക്ചററോട് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് കേൾക്കണം, അതിനുള്ള അവകാശം എനിക്കുണ്ട്. പിന്നെ പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പൊ പറയുന്നതൊക്കെ ഈ ഒരു നിയമത്തെ കുറിച്ച് പറയുന്നത് തന്നെ മെയിനായിട്ട് അതാണ് അല്ലെ. പിന്നെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശങ്ങളുമുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഉപഭോക്താവ് ആര്, വിൽപ്പനക്കാരൻ ആര് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ആർക്കൊക്കെ പരാതി നൽകാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മളവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആർക്കൊക്കെയാണ് പരാതി നൽകാൻ പറ്റുക? ഒന്നാമതായിട്ട് ഉപഭോക്താവിന് പരാതി നൽകാം. അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഉപഭോക്താവാണ്, എനിക്ക് പരാതി നൽകാം. അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ ഉപഭോക്തൃ സംഘടനയ്ക്കും എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരാതി നൽകാം. വാങ്ങിയിട്ടുള്ള ഒരു ഉപഭോക്താവിന് പരാതി നൽകാം. ഉപഭോക്താവിന് മാത്രമല്ല, ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഉപഭോക്തൃ സംഘടന ഉണ്ടെങ്കിൽ അവർക്കും പരാതി നൽകാം. പിന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പരാതി നൽകാം. കേന്ദ്ര സർക്കാർ ഒരു രാജ്യത്തെ പൗരന് വേണ്ടി ഒരു പ്രൊഡക്റ്റിനെതിരെ പരാതി നൽകണമെങ്കിൽ നൽകാം. അതേപോലെ സംസ്ഥാന സർക്കാരിന് നൽകാം. പിന്നെ കേന്ദ്ര അതോറിറ്റിക്ക് നൽകാം. അതുമല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കളിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് പരാതി നൽകും. ഉദാഹരണമായിട്ട് നമ്മൾ ഒരുപാട് പേര് ഒരു പ്രൊഡക്റ്റ് വാങ്ങി പറ്റിക്കപ്പെട്ടു. ഞാൻ വാങ്ങി, നിങ്ങൾ വാങ്ങി, ഒരുപാട് പേര് വാങ്ങി. ഈ എല്ലാവരും കൂടി ഓരോരുത്തരായിട്ട് പോയിട്ട് പരാതി കൊടുക്കണമെന്നില്ല. ഇവരുടെയൊക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എനിക്ക് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേര് ചേർന്നിട്ട് എല്ലാവർക്കും വേണ്ടി പരാതി നൽകാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഒരു 100 പേര് പ്രൊഡക്റ്റിന്റെ ഒരേ പ്രശ്നം 100 പേർക്കുണ്ട്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 100 പേർക്ക് ഒരേ പ്രശ്നം അതുമൂലം ഉണ്ടായെങ്കിൽ ഈ 100 പേര് പരാതി നൽകണമെന്നില്ല. ഈ 100 പേർക്ക് വേണ്ടി ആ കൂട്ടത്തിൽ 1-2 ആൾക്ക് പരാതി നൽകിയാൽ മതിയാകും. പിന്നെ ഒരു ഉപഭോക്താവിന്റെ മരണത്തിൽ അയാളുടെ നിയമപരമായ അവകാശി, നിയമപരമായ പ്രതിനിധി. അതിപ്പോ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റ് കാരണം ഒരു അപകടം സംഭവിച്ചു, ഞാൻ മരിച്ചു വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി ഉടനെ തന്നെ ഞാൻ മരിച്ചു. അവിടെ ഉപഭോക്താവ് ഞാനാണ്, പക്ഷെ ഞാൻ എനിക്ക് പരാതി കൊടുക്കാൻ ഞാനിവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ നിയമപരമായ അവകാശികൾക്ക് അല്ലെങ്കിൽ നിയമപരമായ പ്രതിനിധികൾക്ക് പരാതി നൽകാൻ പറ്റും. പിന്നെ പ്രായപൂർത്തിയാവാത്ത ഒരു ഉപഭോക്താവാണെങ്കിൽ, ഒരു കുട്ടിയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്, അപ്പൊ അദ്ദേഹത്തിന് പരാതി നൽകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കോ അതേപോലെ നിയമപരമായ രക്ഷിതാക്കൾക്കോ പരാതി നൽകാം. അപ്പൊ ആർക്കൊക്കെയാണ് പരാതി നൽകാൻ പറ്റും? ഉപഭോക്താവിന് നൽകാം. പിന്നെ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകൾക്ക് നൽകാം. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാം. കേന്ദ്ര അതോറിറ്റിക്ക് നൽകാം. ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കളിൽ നിന്ന് 1-അതിലധികമോ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം. പിന്നെ ഒരു ഉപഭോക്താവിന്റെ മരണത്തിൽ അയാളുടെ നിയമപരമായ അവകാശിക്കോ നിയമപരമായ പ്രതിനിധിക്കോ പരാതി നൽകാം. പിന്നെ പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവാണെങ്കിൽ അയാളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ എന്ത് ചെയ്യാം? പരാതി നൽകാം. ഇനി ആരാണ് പരാതി നൽകേണ്ടത് നമ്മൾ പഠിച്ചില്ല. അടുത്ത ഘട്ടം ഇനി ആർക്കാണ് പരാതി നൽകേണ്ടത് എന്നാണ് അല്ലെ. ആർക്ക് പരാതി നൽകണം, എവിടെ പരാതി കൊടുക്കേണ്ടതെന്ന് പഠിക്കണമല്ലോ.
അപ്പം ആരുടെ അധികാര പരിധിയിലാണോ ആ ജില്ലാ കമ്മീഷനിലാണ് പരാതി നൽകേണ്ടത്. അതായത് ജില്ലാ കമ്മീഷനിലാണ് പരാതി നൽകേണ്ടത്. അപ്പൊ ജില്ലാ കമ്മീഷൻ ഏത് ജില്ലാ കമ്മീഷനാണ് എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും? ഒന്നുകിൽ എതിർ കക്ഷിയുടെ ബിസിനസ് അല്ലെങ്കിൽ താമസ സ്ഥലം. ഇപ്പൊ ഞാനാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിറ്റതെങ്കിൽ ഞാൻ താമസിക്കുന്ന ജില്ലയിൽ നിങ്ങൾക്ക് പരാതി നൽകാം. ഞാൻ താമസിക്കുന്ന ജില്ലയിലുള്ള അവിടെ ഒരു ജില്ലാ ഉപഭോക്തൃ ഫോറം ഉണ്ടാവും, അല്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ സമിതി ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് പരാതി നൽകാം. അതല്ലെങ്കിൽ എന്റെ സ്ഥാപനം മറ്റൊരു ജില്ലയിലാണ്, ഞാനിപ്പോ മലപ്പുറം ജില്ലയിലാണുള്ളത്, എന്റെ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഈ സമിതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് പരാതി നൽകാം. അല്ലെങ്കിൽ പരാതിക്കാരന്റെ ബിസിനസ് അല്ലെങ്കിൽ താമസ സ്ഥലം. ഈ അപേക്ഷ നിങ്ങളാണ് സാധാരണ പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ മറ്റൊരു ജില്ലക്കാരനാണ്, ഞാൻ മറ്റൊരു ജില്ലയിലാണ്. അപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിയതിനുള്ള ഒരു പരാതിയാണെങ്കിൽ എന്റെ ജില്ലയിലോ എന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ജില്ലയിലെ സമിതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് പരാതി നൽകാം. ഇനി അത് രണ്ടുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നടപടിയുടെ കാരണം പൂർണ്ണമായോ ഭാഗികമായോ നടന്ന സ്ഥലം. ഉദാഹരണമായിട്ട് ഞാനിപ്പോ മലപ്പുറം ജില്ലയിലാണ്, എന്റെ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത്, നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരനാണ്. നമ്മൾ രണ്ടുപേരും ഒരു കച്ചവടം നടത്തുന്നത് എറണാകുളത്ത് വന്നിട്ടാണ്. എറണാകുളം നിങ്ങളുടെ ജില്ലയല്ല, എന്റെയും ജില്ലയല്ല, എന്റെ സ്ഥാപനവും എറണാകുളത്തില്ല. പക്ഷെ നമ്മളൊരു കരാറിലെത്തുന്നത് അല്ലെങ്കിൽ തുക കൈമാറുന്നത് ഈ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഭാഗികമായ ഒരു പ്രവർത്തനമെങ്കിലും എറണാകുളം ജില്ലയിൽ നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പരാതി നൽകാം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നുകിൽ ഈ ഒരു വിൽപ്പനക്കാരന്റെ കച്ചവടക്കാരന്റെ എതിർകക്ഷി എന്നുള്ള ഉദ്ദേശിക്കുന്നത് അവിടെയാണ്, അവിടെ ഈ പ്രൊഡക്റ്റ് വിറ്റിട്ടുള്ള ആളാണ് അല്ലെ, അല്ലെങ്കിൽ നിർമ്മാതാവാണ്. അപ്പൊ അയാൾ താമസിക്കുന്നിടത്തോ അയാളുടെ കച്ചവട സ്ഥാപനം ഉള്ളിടത്തോ നിങ്ങൾക്ക് പരാതി നൽകാം, ആ ജില്ലയിൽ നിങ്ങൾക്ക് പരാതി നൽകാം. അതല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുക, നിങ്ങളുടെ കച്ചവട സ്ഥാപനം ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പരാതി നൽകാം. ഇത് രണ്ടുമല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഈ ഇടപാട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഈ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗികമായിട്ടുള്ള ഒരു പ്രവർത്തനമെങ്കിലും നടന്നിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പരാതി നൽകാം. ഇനി ഓരോ കമ്മീഷനുകൾക്കും ഓരോ അധികാര പരിധിയുണ്ട്. ഇപ്പൊ ജില്ലാ കമ്മീഷൻ ആണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള കേസുകളെ ജില്ലാ കമ്മീഷന് പരിഗണിക്കാൻ പറ്റും. 1 കോടി രൂപ വരെയുള്ള കേസുകളെ ജില്ലാ കമ്മീഷന് പരിഗണിക്കാൻ പറ്റുള്ളൂ. എന്നാൽ സംസ്ഥാന കമ്മീഷന് 1 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള സാമ്പത്തിക പരിധിയിൽ കേസ് കേൾക്കാം. അതായത് ജില്ലാ കമ്മീഷൻ ആണെങ്കിൽ 1 കോടി വരെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം കാണാൻ പറ്റുള്ളൂ. 1 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ആർക്ക് കൈമാറണം? സംസ്ഥാന കമ്മീഷന് കൈമാറണം. സംസ്ഥാന കമ്മീഷനാണ് അതിൽ നടപടി എടുക്കേണ്ടത്. ഇനി 10 കോടിക്ക് മുകളിലാണ് ഇടപാട് തുകയെങ്കിൽ അതിന്റെ പരാതി ആരാണ്? ദേശീയ കമ്മീഷനാണ് പരിഗണിക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജില്ലാ കമ്മീഷന് 1 കോടി രൂപ വരെയുള്ള വിഷയത്തില് പരാതി കേൾക്കാൻ പറ്റുള്ളൂ. 1 കോടിക്ക് മുകളിലാണെങ്കിൽ അത് സംസ്ഥാന കമ്മീഷനാണ് പരിഗണിക്കുക. 1 കോടി മുതൽ 10 കോടി വരെ. 10 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ കമ്മീഷനാണ് പരിഗണിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾക്ക് ആരൊക്കെയാണ് ഉത്തരവാദി? ഒന്ന്, ഈ നിർമ്മാതാക്കൾ ഉത്തരവാദിയാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പരസ്യം ചെയ്തത്. അപ്പോൾ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാക്കൾ ഈ പരസ്യത്തിന് ഉത്തരവാദിയാണ്. അതോടൊപ്പം പരസ്യ ഏജൻസികൾ, പരസ്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഏജൻസി ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക, ആ ഏജൻസിയും ഇതിൽ ഉത്തരവാദികളാണ്. അതേപോലെ ഈ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള സെലിബ്രിറ്റികൾ ഉണ്ടാവുമല്ലോ, അവരും ഈ പരസ്യത്തിന് ഉത്തരവാദിയാണ്. ഞാൻ പണം കിട്ടിയിട്ട് അഭിനയിച്ചതാണ്, എനിക്കൊന്നും അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഈ അഭിനയിച്ചിട്ടുള്ള ആളുകൾ ഈ പരസ്യത്തിൽ ഉത്തരവാദികളാണ്. അതോടൊപ്പം പ്രസാധകരും, ആരാണോ ഈ പരസ്യം പബ്ലിഷ് ചെയ്യുന്നത്, അവരും ഈ പറയുന്ന തെറ്റായ പരസ്യത്തിൽ ഉത്തരവാദികളാണ്. അപ്പൊ ആരൊക്കെയെന്ന് മനസ്സിലായല്ലോ. ഒന്ന്, ഈ പ്രൊഡക്റ്റിന്റെ നിർമ്മാതാവ് ഉത്തരവാദിയാണ്. മറ്റൊന്ന്, ഏതൊരു പരസ്യ ഏജൻസി ആയിരിക്കും ചിലപ്പോൾ പരസ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ആ പരസ്യ ഏജൻസി ഉത്തരവാദിയാണ്. ആ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള സെലിബ്രിറ്റികൾ ഉത്തരവാദിയാണ്. ഈ പരസ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏജൻസികൾ ആരോ, അവരും ഇതിന് ഉത്തരവാദികളാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഉൽപ്പന്ന ബാധ്യത അല്ലെ. എന്താണ് ഉൽപ്പന്ന ബാധ്യത? ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ നിർമ്മാതാവിന്റെയോ വിൽപ്പനക്കാരന്റെയോ ഉത്തരവാദിത്തത്തെയാണ് നമ്മൾ ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത്. അത്തരം കേടായ ഉൽപ്പന്നം നിർമ്മിച്ചതോ വിൽക്കുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ പോരായ്മ മൂലമോ ഉപഭോക്താവിനുണ്ടാകുന്ന ഏതെങ്കിലും ദോഷത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. അപ്പൊ ആർക്കൊക്കെ ഉണ്ട്? ഇത് നിർമ്മിച്ച ആളുകൾക്കുണ്ട്, ഇത് വിൽപ്പന നടത്തിയ ആളുകൾക്കൊക്കെ ഈ ഉൽപ്പന്ന ബാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മളിവിടെ ഹാനികരമായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് അവിടെ പറയുന്നുണ്ട്? ഒന്ന്, ഉൽപ്പന്നത്തിന് പുറമെയുള്ള ഏതെങ്കിലും വസ്തുവിനുണ്ടാകുന്ന നാശം. ഈ ഉൽപ്പന്നം കാരണം മറ്റേതെങ്കിലും ഒരു വസ്തുവിന് നാശമുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ കീശയിലിട്ടു, നമ്മുടെ കീശയിലുള്ള മറ്റെന്തെങ്കിലും ഒരു സാധനത്തിൽ കേടുവന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകം പറയണം, ഇതിങ്ങനെ ഇടാൻ പാടില്ല, ഇത് കൂൾ പ്ലേസിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബോക്സിൽ പ്രത്യേക പെട്ടിയിൽ സൂക്ഷിക്കണം എന്നൊക്കെ പ്രത്യേകം പറയണം. അല്ലാതെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാരണം എനിക്ക് മറ്റേതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ അത് ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ വ്യക്തിപരമായ പരിക്ക്, രോഗം അല്ലെങ്കിൽ മരണമൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ അതുവഴി എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ കൺസോർഷ്യത്തിന്റെയോ സേവനങ്ങളുടെയോ നഷ്ടം ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത്ര കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ഇനി എപ്പോഴാണ് നിർമ്മാതാവിനെതിരെ ഉൽപ്പന്ന ബാധ്യത നടപടി ഉണ്ടാകുക എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അഥവാ നിർമ്മാണ വൈകല്യം എന്ന് പറയും മലയാളത്തിൽ. മലയാളം ടേമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. 10th മെയിൻസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മലയാളം ടേംസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡിഗ്രി പ്രിലിംസിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ മലയാളവും ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും പ്രശ്നമില്ല. പക്ഷെ മലയാളം പരീക്ഷകൾക്ക് പോകുന്നത് നിർബന്ധമായിട്ട് മലയാളം ടേംസ് പഠിച്ചു വെക്കണം. ഉൽപ്പന്നത്തിൽ നിർമ്മാണ വൈകല്യം ഉണ്ടെങ്കിൽ അത് ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ രൂപകൽപ്പനയിൽ എന്തെങ്കിലും തകരാറ്, ഡിസൈനിങ്ങിലുള്ള പ്രശ്നം, പിന്നെ സ്പെസിഫിക്കേഷനിൽ നിന്ന് വ്യതിയാനം, പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷനിലല്ല പ്രൊഡക്റ്റ് നിർമ്മിച്ചത് എങ്കിൽ അതും ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ എക്സ്പ്രസ് വാറണ്ടി പാലിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ പരിധിയിൽ വരും. പിന്നെ ഏതെങ്കിലും ദോഷം തടയുന്നതിന് ശരിയായ ഉപയോഗത്തിലുള്ള മതിയായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ ഉൽപ്പന്നം പരാജയപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയണം. ആ പറയുന്ന കാര്യത്തിൽ ഒരു നിർമ്മാതാവ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ബാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു മുറിക്കൊരു ഓയിൽമെന്റ് വാങ്ങി, അതിന്റെ ബോക്സിന്റെ പുറത്ത് നമുക്ക് എഴുതിയത് കാണാൻ പറ്റും എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്ന്. നമുക്കിപ്പോ ഒരു കൈക്കൊരു മുറിവ് പറ്റി നമ്മളൊരു ഓയിൽമെന്റ് വാങ്ങി അത് പിന്നെ മുറിക്ക് തേച്ചു, മുറി സുഖമായി. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വായക്കുള്ളിലും മുറി ഉണ്ടായി, ഈ ഓയിൽമെന്റ് തന്നെ എടുത്ത് പുരട്ടി. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാലോ ഈ നിർമ്മാതാവ് അതിന് പിന്നെ ബാധ്യസ്ഥനാണോ? ബാധ്യസ്ഥനാണ്. എപ്പോ ഇത് പുറത്ത് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് അവർ പറയണം, അല്ലെങ്കിൽ ആ പെട്ടിയുടെ പുറത്ത് അത് എഴുതി വെക്കണം, ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് കൂൾ പ്ലേസിൽ ഫ്രിഡ്ജിൽ മാത്രമേ ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ, പുറത്ത് സൂക്ഷിക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും ചില പ്രൊഡക്റ്റുകളിൽ. അത്തരം പ്രൊഡക്റ്റുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് വെച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അതിന്റെ മാനുഫാക്ചർ എന്തല്ല, ഉത്തരവാദിയല്ല. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അവർ ഉത്തരവാദിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയണം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴാണ് പരാതി കൊടുക്കേണ്ടത്? നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, പ്രൊഡക്റ്റിന്റെ പേര് നമ്മൾ വഞ്ചിക്കപ്പെട്ടു, നമുക്ക് എത്ര കാലം വരെ ഇതിന് പരാതി കൊടുക്കാം? നടപടിക്ക് കാരണമായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ പരാതി ഫയൽ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വഞ്ചിക്കപ്പെട്ടു എന്ന് അറിയുന്നത് ഇന്നാണെന്ന് വിചാരിക്കുക. ഇന്നിപ്പോ എന്താണ്? ഏപ്രിൽ 14 തീയതിയാണ്. ഇന്ന് ഏപ്രിൽ 15 തീയതിയാണ്. അപ്പൊ ഏപ്രിൽ 15 തീയതിയാണ് ഞാൻ ഇത് വഞ്ചിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് എങ്കിൽ ഈ ഏപ്രിൽ 15 മുതൽ എനിക്ക് 2 വർഷം വരെ പരാതി ഫയൽ ചെയ്യാം. സേവനത്തിലെ പോരായ്മയോ സാധനങ്ങളിലെ തകരാറോ ഉണ്ടായതോ കണ്ടെത്തിയതോ ആയ തീയതി മുതൽ 2 വർഷം എന്നാണ് ഇതിനർത്ഥം. ഇത് പരാതി ഫയൽ ചെയ്തതിനുള്ള പരിമിതി കാലയളവ് എന്നും അറിയപ്പെടുന്നു. അതായത് 2 വർഷത്തിനുള്ളിൽ പരാതി കൊടുത്താൽ മതി. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങി പിറ്റേ ദിവസം തന്നെ പരാതി കൊടുക്കണമെന്നൊന്നുമില്ല. 2 വർഷത്തിനുള്ളിൽ എപ്പോഴും പരാതി കൊടുക്കാം. ഈ ഒരു സംഭവം നടന്നിട്ട് 2 വർഷത്തിനുള്ളിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.